കഴിഞ്ഞ ദിവസം വളരെ പ്രമുഖമായ ഒരു ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് വേറൊന്നുമല്ല, ബാംഗ്ലൂരു കുടിയിറക്കൽ ലീഗിൽ ഭിന്നസ്വരം, കുഞ്ഞാലിക്കുട്ടിയെ തള്ളി സാദുക്കലി തങ്ങൾ. മനോരമയാണ് ഈ ടൈറ്റിൽ കൊടുത്തത്. ഇതേ ചാനലുകളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ടാണ്, പത്രം ഉൾപ്പെടെയാണ് മറ്റൊരു വാർത്ത കൊടുത്തത്. ഈ മറ്റത്തൂരിൽ കോൺഗ്രസിൻ്റെ 8 മെമ്പർമാർ BJPയിൽ ചേർന്നു. ഞാൻ ആമുഖമായൊരു കാര്യം പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ, ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി നിങ്ങൾ പല വീഡിയോകളും കാണാത്തതുകൊണ്ട് പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ പാലായിൽ പുളിങ്കണ്ട ബ്രദേഴ്സിനെ വിളിച്ച് പിടിച്ച് അവിടെ ഭരണം സ്വന്തമാക്കിയതിന് രൂക്ഷമായി എതിരഭിപ്രായമുള്ള ആളാണ് എനിക്ക്. ഞാനത് വിമർശിച്ചിട്ടുണ്ട്. VK പ്രശാന്തിൻ്റെ വിഷയത്തിൽ ശ്രീലേഖ IPS എടുത്ത നിലപാടിനെ വളരെ കൃത്യമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ വളരെ സഹിഷ്ണുതയുള്ളവരും, നിങ്ങൾ പ്രതിക്കൂട്ടിലാവുന്ന വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ വല്ലാത്ത അസഹിഷ്ണുതയുള്ളവരും ആയിത്തീരരുത്. അതുകൊണ്ടുകൂടിയാകണം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സൈബർ വിങ് വളരെ പരാജയമായിരുന്നു എന്ന് വിലയിരുത്തിയത്. ഏതായാലും ഇത്തരമൊരു വാർത്തയുടെ നിജസ്ഥിതി പറയേണ്ടതുണ്ട്. അതിലാദ്യം മനോരമ പറഞ്ഞതാണ് വളരെ കൗതുകരമായ കാര്യം. സാദുക്കലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ തള്ളിയെന്ന് മാത്രമല്ല, പിടിച്ചൊരു തെള്ളും വെച്ചു കൊടുത്തു. കുഞ്ഞാലിക്കുട്ടി സാറ് വീഴാൻ പോയി, പിന്നെ തൂണെ പിടിച്ച് നിന്ന്, പിന്നെ എല്ലാവരും കൂടെ വലിച്ച് കയറ്റി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പിടിയും വലിയൊക്കെ ആയി. എന്തോ വിഷയം? കർണാടകയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കയ്യേറ്റ സ്ഥലം ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് സാദുക്കലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ തള്ളിയത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതെന്താ? ആ കാണിച്ചതൊട്ടും ശരിയായില്ല, അത് നന്നായൊരു കാര്യമല്ല. പക്ഷേ അക്കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ഉചിതമായ തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കും. പിന്നെ അദ്ദേഹം അതിൽ പറഞ്ഞത് അദ്ദേഹം നിലപാടെടുക്കുന്ന രാഷ്ട്രീയം കൂടി ചേർത്താണ്. അതായത് ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്താൻ വേണ്ടിയാണ് എല്ലാവരും ഓടി അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കൃത്യമായ രാഷ്ട്രീയമാണ്. സാദുക്കലി തങ്ങൾ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ സാദുക്കലി തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാദുക്കലി തങ്ങൾ പറഞ്ഞത് ഇതൊട്ടും ഒരു ഉചിതമായ നടപടിയായില്ല, മനുഷ്യന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാർ എങ്ങനെയാണോ പറഞ്ഞത് അത് തന്നെ തങ്ങളുടെ ഭാഷയിൽ, തങ്ങളൊരു രാഷ്ട്രീയം അങ്ങനെ വല്ലാണ്ട് പറയാറില്ലല്ലോ, അതുകൊണ്ട് വേറൊരു തരത്തിൽ പറഞ്ഞ ഒരു സംഗതിയാണ് തമ്മിൽ കൊരുത്തു തള്ളി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു സൈക്കോളജി മനസ്സിലാക്കണമെങ്കിൽ ഈ മപ്രകൾക്ക്, മലയാള ദൃശ്യ ചാനലുകൾക്ക് പൊതുവിൽ മലയാളിയുടെ ഒരു സ്വഭാവമുണ്ട്. മലയാളിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആരും അത്ര കേമന്മാരാവണ്ട, ഏറ്റവും കേമന്മാർ ഞാനാണ്. അതെല്ലാ മലയാളിക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എനിക്കൊരു തോന്നലുണ്ട്, എന്നെ കഴിഞ്ഞ ആരുമില്ല എന്ന്. അങ്ങനെ ഓരോ മലയാളിക്കും ഉണ്ട് ഈ തോന്നൽ. ഇത് തന്നെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെയും ബാധിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവരൊരു ന്യായം പറഞ്ഞാൽ അതായിരിക്കണം ന്യായം. ഇപ്പോൾ കുറേ കാലം CPMനെ ആക്രമിച്ചു. CPMനെ ആക്രമിച്ചപ്പോൾ കുറച്ച് BJPയെ ലിഫ്റ്റ് ചെയ്ത് സംസാരിച്ചു, കോൺഗ്രസിനെ ലിഫ്റ്റ് ചെയ്ത് സംസാരിച്ചു. അപ്പോഴാണ് CPM തോറ്റത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കോൺഗ്രസ് ഇച്ചിരി നിവർന്നു. ഈ തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയതുകൊണ്ട് BJP ഇത്തിരി പൊങ്ങി. എന്നാൽ പിന്നെ അവരുടെ പുറത്തേക്ക് കയറാം, അവരങ്ങനെ മിടുക്കന്മാരൊന്നും ആവണ്ട എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വാർത്തയുണ്ടാക്കൽ നടക്കുന്നത്. അല്ലാതെ ലീഗിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭിന്നത ഈ പറഞ്ഞ വിഷയമായിട്ടില്ല. അവരെല്ലാം ആദ്യം മുതൽ പറയുന്നത് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും ആ പ്രയാസവും വളരെ വേദനിപ്പിക്കുന്നതാണ്, അവരോട് നീതി കാണിക്കേണ്ടിയിരുന്നു, അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകണം, അതുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് അവിടെ പറയുന്ന കൃത്യമായ അവരുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത്. അത് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതിനെയാണ് ഈ തള്ളി എന്ന് പറയുന്നത്. രണ്ടാമത്തത് മറ്റത്തൂരാണ്. മറ്റത്തൂരിൽ യഥാർത്ഥത്തിലുള്ള സംഭവത്തിന് ഉത്തരവാദി കോൺഗ്രസ്സാണ്. എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പിരുന്ന DCC പ്രസിഡൻറ്റും ഇപ്പോൾ ഇരിക്കുന്ന ജോസഫ് ടാർജറ്റ് എന്ന് പറയുന്ന DCC പ്രസിഡൻറ്റും തമ്മിൽ നല്ല കുരുപ്പാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ കോൺഗ്രസ് അറിയേണ്ട ഒരു കാര്യം, ഒരുപാട് അന്തർദേശീയ നേതാക്കൾ വലുതുണ്ട് കോൺഗ്രസ്സിന്. പക്ഷേ DCC പ്രസിഡന്റുമാരെ നിയമിച്ചതിൽ നല്ല DCC പ്രസിഡന്റുമാരായ പലരുമുണ്ട്, കോഴിക്കോട്ടെ പ്രവീൺ കുമാറിനെ പോലെയൊക്കെ. പക്ഷേ വെറും മരപ്പാഴികളുമുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് തൃശ്ശൂരിലുണ്ടായത്. അപ്പോൾ TN പ്രതാപൻ്റെ ഇലക്ഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് മുരളീധരൻ തോറ്റപ്പോഴാണ് പഴയ DCC പ്രസിഡന്റിനെ മാറ്റി ഈ പുള്ളിയെ വെച്ചത്.
അതിൻ്റെ വൈരാഗ്യം പഴയ പുള്ളിക്ക് കത്തി നിൽപ്പുണ്ട്. അപ്പോൾ ഈ പുള്ളി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? മറ്റത്തൂരിൽ ഈ 8 മെമ്പർമാർ BJPയിൽ ചേർന്നു. നിങ്ങൾ ഇന്നലത്തെ വാർത്തയൊന്നും എടുത്ത് നോക്കൂ. എത്ര 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 മലീമസമായ പച്ചക്കള്ളമാണ് മാധ്യമങ്ങൾ എഴുതി വിട്ടത്. എങ്ങനെയാണ് ഒരാളൊരു പാർട്ടിയിൽ ചേരുന്നത്? ഒന്നെങ്കിൽ ആരുടെയെങ്കിലും മെമ്പർഷിപ്പ് വാങ്ങണം, അല്ലെങ്കിൽ ആ പാർട്ടി നേതാക്കളോടൊപ്പം നിന്നൊരു ചിത്രം വേണം, അല്ലെങ്കിൽ അവർ സ്വയം പ്രഖ്യാപിക്കണം ഞങ്ങൾ BJPയിൽ ചേർന്നെന്ന്. അവരെന്താ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരെ കൂടെ നിന്ന് അവർക്കൊരു പണി കൊടുത്തപ്പോൾ അവരൊരു മറുപണി കൊടുക്കാൻ വേണ്ടി അതിനപ്പുറത്തൊരു കളി കളിച്ചു. ആ കളിക്കപ്പുറത്ത് ഒരാൾ പോലും അവിടെ BJP ചേർന്നില്ല, പക്ഷേ മുഴുവൻ ടൈറ്റിലും BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. അതൊരു ട്രാപ്പായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും ഒരുപോലെ BJPയിൽ ചേർന്നു എന്ന് വാർത്ത കിട്ടുക, പെട്ടെന്ന് തന്നെ കോൺഗ്രസും അങ്ങ് സ്തബ്ധമായി. യഥാർത്ഥത്തിൽ ഈ DCC പ്രസിഡന്റ് എന്ന് പറയുന്ന ചരക്കെന്തുവാ ചെയ്യേണ്ടത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അയാൾ വണ്ടിയെടുത്ത് അവിടെ പോകണം, അയാൾ ചെന്നത് പഠിക്കണം, എന്നിട്ട് അവരെ വിളിച്ചിരുത്തി പത്രസമ്മേളനം നടത്തണം, ഉള്ള സത്യം എന്താണെന്ന് പറയണം. അതിനപ്പുറത്ത് പുള്ളി എന്താ ചെയ്തത്? ഇതുപയോഗിച്ച് ഈ 8 പേരെ പണിയുന്ന കൂട്ടത്തിൽ പഴയ DCC പ്രസിഡന്റിനോട് ഒരു പണി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് പുറത്താക്കി. പഴയ DCC പ്രസിഡന്റും ഇയാളും തമ്മിൽ ഫൈറ്റാണ്. ഇവർ തമ്മിൽ രണ്ടുപേരും കേമന്മാരാണ്. ഒരാളിനെ മാത്രമൊന്നും പറയണ്ട. പുള്ളി ഇങ്ങോട്ടും പണിയും, മറ്റേ ആൾ അങ്ങോട്ടും പണിയും. കോൺഗ്രസ്സിൽ അങ്ങനെയാണല്ലോ പണി. അപ്പോൾ എന്ത് ചെയ്തു? 8 പേര് BJP ചേർന്നു എന്നുള്ളത് നടപടി ഏതാണ്ട് അങ്ങ് അംഗീകരിച്ചതുപോലെ അവരെ അങ്ങ് പുറത്താക്കി. യഥാർത്ഥത്തിൽ അവിടെ ആരെങ്കിലും BJP ചേർന്നോ? ഒരു ചിത്രം കാണിക്കാവോ? ഒരു ഫോട്ടോ കാണിക്കാവോ? കോൺഗ്രസ് വിമതനെ കൊണ്ടുപോയി CPM സ്ഥാനാർത്ഥിയാക്കി അവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിൻ്റെ അർത്ഥം CPM കോൺഗ്രസ്സിൽ ചേർന്നെന്നാണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവങ്ങളുടെ ദുർവ്യാഖ്യാനവും തികച്ചും മോശമായ 2 വാർത്തകളാണ് ഈ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞ വേറൊന്നുമില്ല, അവർക്ക് ഈ കോംപ്ലക്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മിടുക്കനാവണ്ട, അവർക്കിട്ടൊരു പണി കൊടുക്കാം. ഇതിനപ്പുറം സത്യമാകണമെന്നോ വാസ്തവമാകണമെന്നോ ഒരു നിർബന്ധമില്ല. BJPയിൽ ചേർന്നു എന്നും പറഞ്ഞാൽ വാർത്ത കൊടുത്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിമതനായ ആളിനെ ഒരുമിച്ച് പിന്തുണച്ചു എന്ന് പറഞ്ഞാലും ശരിയാ. കോൺഗ്രസ് വിമതയെ കോൺഗ്രസ് അംഗങ്ങളും BJPയും ചേർന്ന് പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ ആ വാർത്ത ശരിയാ. അല്ലാതെ BJPയിൽ ചേർന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ഇതാണ് ആടിനെ പട്ടിയാക്കുന്ന വാർത്ത. ഈ വാർത്ത കൊടുക്കുന്നതിനാണ് പണ്ട് നമ്മുടെ പിണറായി വിജയൻ സഖാവൊക്കെ ഈ കടക്കപ്പുറത്തൊന്നും പറഞ്ഞ് ഓടിക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നാൽ ഉള്ള സത്യമായിരിക്കില്ല കൊടുക്കുന്നത്, വേറെ പല വാർത്തകളുമായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, മാധ്യമങ്ങൾ മുഴുവൻ എന്തോ വാർത്ത, 12 സീറ്റ് ലീഗും മറ്റേതും തമ്മിൽ വെച്ച് മാറാൻ തീരുമാനിച്ചു. മുരളീധരൻ എവിടെ മത്സരിക്കും? തൃശ്ശൂരിൽ മത്സരിക്കും. പിന്നെ വേറെ ആരാണ്ട് ഇവിടെ മത്സരിക്കും, എന്നിട്ട് ഈ സീറ്റ് അങ്ങോട്ടെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമില്ലാത്ത വ്യാജ ഒരർത്ഥവുമില്ലാത്ത വാർത്തകളാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാങ്കൂട്ടം തീർന്നു, മാങ്കൂട്ടത്തിൻ്റെ ചർച്ചയില്ല, മാങ്കൂട്ടത്തിൻ്റെ അവസാനിച്ചു. ഇപ്പോൾ മാങ്കൂട്ടത്തിനെ വേണ്ട, പുള്ളി എവിടെ പോകുന്നെന്ന് ആരും തിരക്കുന്ന പോലുമില്ല. ഇപ്പോഴും പുള്ളി പ്രതിസ്ഥാനത്താ. ഇല്ല, കിളിയുടെ കരച്ചിൽ പോലെ മൊഴി കൊടുത്ത വിഷയം അതുപോലെ അവിടെ നിൽക്കുക. ലക്ഷ്മി പത്മയും ജീവിച്ചിരിപ്പുണ്ട്, അരുൺകുമാറും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എന്താ അതിൻ്റെ കാര്യം? അവനെ കൊണ്ടുപോയി ചായച്ച് കിടത്തി. ഇനി അടുത്ത ആളിനെ ചായക്കാം. അതാണ് കഥ.